അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഫിർസത്തോ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാ ഞങ്ങളെ വഹാബി വൽ അവ്വലു ഹുവൽ മുതബാദിറു വഇൻ കാന ഹുവൽ മുതബാദിറ ആ ചർച്ചയിൽ നിന്ന് പോയിട. പിന്നെ ഈ ഭാഗത്തവും ഇല്ല. പിന്നെ ആ ചർച്ച തുടങ്ങുപോലും ധൈര്യമില്ല. വിഷയം ഏതായാലും ഉസ്താദರ ഭാഗത്തായിട്ട് ഹക്ക് ഗൊന്തുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് മുന്നമേ ഗൊന്തിത്ത്. ഏതായാലും അൽഹംദുലില്ലാ എത്രയോ മുഅ്മിനീങ്ങൾക്കന്ന് വലിയൊരു ഉപകാരമായിട്ട് അതിൽ പിന്നെ കാമാമുണ്ടോനക്ക് സാധ്യമായിട്ടില്ല എന്നുള്ളത് അൽഹംദുലില്ലാ സുന്നത്ത് ജമാഅത്ത് കിട്ടിയ വലിയ വിജയമായിട്ട്. ഇന്നലെ മുഞ്ഞാനോ ഇയാളെ ഒരു പ്രഭാഷണം ഇന്ന് അത് ഫുള്ള് നോക്കുക ആയിട്ടില്ല, കാരണം നെറ്റ്വർക്ക് പ്രോബ്ലം എന്തുകൊണ്ടില്ല, സ്റ്റക്കായിട്. ഏതായെങ്കിലും അത് നോക്കിയപ്പോ കൽബുകു വല്ലാത്ത ബേജാറായിട്ട്, ഭയങ്കര ബേജാറായിട്ട്. കാരണം ഇങ്ങക്ക് മുത്തുനബിയോടുള്ള മഹബത്ത് എത്ര, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇങ്ങക്കുള്ള പിർസ എന്തരെ, മഹബത്ത് എന്തരെ. എത്രയോ ഇമാമീങ്ങ, ആയിരക്കണക്കിന് മുസ്ലിമീങ്ങ റബീഉൽ അവ്വൽ 12 വരുമ്പോ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തില് സന്തോളം ആക്കുമ്പോ, സന്തോഷിക്കുമ്പോ ഇബ്ലീസുക്ക് ഭയങ്കര ബേജറ്, ഇബ്ലീസുക്ക് ഭയങ്കര ടെൻഷൻ. അതൊരു അനുയായിട്ട് വഹാബീങ്ങ അങ്ങക്ക് ഭയങ്കര ടെൻഷൻ. റബീഉൽ അവ്വൽ വരുമ്പോ തുടങ്ങിത്ത് പെടക്കൂ. റബീഉൽ അവ്വൽ ബന്ധങ്ക് ആർക്ക് ടെൻഷൻ ആവിടെ? ഒന്ന് ഇബ്ലീസും പിന്നെ വഹാബി. സംശയമില്ല. ഇല്ല നോക്കൂ, നിങ്ങ ഈ വഹാബിയുടെ ഓരോ വിഷയം നോക്കൂ. ഇയാള് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങോട്ടേക്ക് ചെറിയ പിർസ ഉണ്ടെങ്കിൽ ആ ജന്മദിനത്തെ ഇയാള് ഒരു ഹോളനെ കമ്പയർ ആക്കറോ നോക്കൂ. നിങ്ങ എന്ത് കായിട്ടിക്കിട് ആ ക്രിസ്മസ് ഒട്ടിയെ കമ്പയർ ആക്കറ, അഥവാ വിഷ്ണു ജയന്തി. മറ്റ് സമുദായ മുസ്ലിം അല്ലാത്ത മറ്റു സമുദായ ആക്കറ അങ്ങനെ ആഘോഷം. അതുക്കായിട്ടിക്കിട് മുത്തുനബിരെ ആ ജന്മദിനാഘോഷം ഇയാൾ കമ്പയർ ആക്കറ. നിങ്ങൾ ശരിക്കും നോക്കൂ. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗ ആൾമാർ എല്ലാ വർഷം ഈദ് മീലാദ് ആചരണാക്കരുത്. റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാചരണാക്കരുത് നമുക്ക് കാണാൻ സാധ്യമായിട്ടുണ്ട് അല്ലേ? ക്രിസ്ത്യാനിമാർ ഈസാ നബിയെ ഈദ് മീലാദാക്കിയ പോലെ അമുസ്ലിമീങ്ങ കൃഷ്ണരെ ജന്മാഷ്ടമി ചൊന്തോ കൃഷ്ണരെ ഈദ് മീലാദാക്കിയ പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗ ആൾമാർ ഞങ്ങന്തും കൊറടിയൊന്നും ഇല്ല, ഞങ്ങൾ നിങ്ങളെ അപ്പുറമേ ഉള്ള ചൊന്തു കാട്ടിക്കൊടുക്കൂ. മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമರೋ ജന്മദിനത്തെ ആചരണ ആക്കരുത് നമുക്ക് കാണുക സാധ്യമായിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യക്ക് ഇത് ചൊല്ലുകാവ, ഒരു മുഅ്മിനായ മനുഷ്യക്ക് ഇത് ചൊല്ലുകാവ. അത്രത്തോളം മുത്തുനബിയോട് ഒരു പിർസയില്ല, അങ്ങക്ക് ദീനെന്തര ഗൊന്തില്ല, ഇമാമിങ്ങൾ എന്ത് ചൊന്നറാറ് ഒരു പിടുത്തില്ല, പരിശുദ്ധമായ ഖുർആൻ എന്ത് ചൊന്നറ ഗൊന്തില്ല, ഹദീസ് എന്തിര ചൊന്നറ ഗൊന്തില്ല. അണ്ട് കബർ ഒയ്ത്തിക്കെട്ട വിഷയത്തില് നാനൊരു ചോദ്യം കേട്ടുന്ന എല്ലാവർക്കും ഗൊന്തുണ്ട്. എന്തരെ ഷിർക്ക്, കബർ ഒയ്ത്തിക്കെട്ടത് ഷിർക്ക് ചൊന്ന ഒരു ഇമാമിങ്ങ നിങ്ങൾ കാണിക്കുറുണ്ട്. അപ്പൊ ഇയാളെ മറുപടി, ഞങ്ങ ഷിർക്ക് ചൊന്നിട്ടില്ലല്ലേ, പിന്നെ എന്തൊക്കെ നിങ്ങൾ ആരോപാക്കറേണ്ട്. ഞാനപ്പോ കുറെ ബുക്ക് വായിച്ചു, 3 ബുക്ക് വായിച്ച, ഷിർക്ക് ചൊന്നത് 3 ബുക്ക് വായിച്ച. നിങ്ങൾ നോക്കൂ, കാമ മുണ്ടോകായിട്ടില്ല. നിങ്ങൾ നോക്കൂ ആ വീഡിയോ, കാമ മുണ്ടോക ഇയാൾക്കായിട്ടില്ല. അതേപോലെ നന്റെ ഒരു ചോദ്യം, നബീനാഘോഷം ഷിർക്ക് ആയിട്ടിക്കിട് ചൊന്ന ഒരു ഇമാമു, ഒരൊറ്റ ഇമാം ഒന്നാ ഖുർആനിൽ കാണിക്കുന്നു, ഹദീസിൽ കാണിക്കുന്നു, ഒരൊറ്റ ഇമാമു, 2 വേണ്ട. നബിയുടെ ആഘോഷം ഷിർക്ക് ചൊന്ന ഒരു ഇമാം കാണിക്കും.
നിങ്ങൾ എന്ത്ര മറുപടി ചൊല്ലിട്ട് നമുക്ക് ഒന്നുണ്ടു ചൊന്നങ്ങ് ഇപ്പുറത്ത് നിങ്ങളുടെ ബുക്ക് ഉണ്ട് നിങ്ങൾ എഴുതിയ ബുക്ക് ഉണ്ട് ಅದಕ್ಕೆ ಬೆನಾಯ್ತೇ ഈ വെല്ലുവിളി അതിക്കട്ട് ഇയാളിപ്പോ നബിദിനാഘോഷ കമ്പയർ ആക്കിയ വാടക ജാഗ്രത വഹാബി നങ്കും നിങ്കും ആശയ കുറെ തർക്കമുണ്ടു മാത്ര മുത്തുനബിയോട് ആ കളി വേണ്ട സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിബത്ത് മോശമായി പോകും ജാഗ്രത കാരണ നോക്കൂ നിങ്ങ ബഹുമാനപ്പെട്ട അബുർ റസാ റളിയല്ലാഹു അൻഹു അബുർ റസാ തങ്ങ വഫാത്തായിട്ട് ഇപ്പൊ എത്ര ആയിട്ട് 546 വർഷമായിട്ട് ഹിജ്റ 894 വഫാത്തായ അബുർ റസാ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ മുഹിബ്ബീൻ ചൊല്ലുടെ കിതാബിൽ ചൊല്ലുടെ നോക്കൂ നിങ്ങൾ എത്ര വ്യക്തമായ ഇബാറത്ത് വഫാത്തായിട്ട് 540 വർഷമായിട്ട് അബുർ റസാ റളിയല്ലാഹു അൻഹു ഇന്നലെ വഫാത്തായ മഹാനല്ലല്ലേ സമസ്ത അല്ലെങ്കിൽ എ പി ഉസ്താദ് ഇ കെ ഉസ്താദ് അല്ലല്ലേ വഫാത്തായിട്ട് 540 വർഷം ആയ ബഹുമാനപ്പെട്ട അബുർ റസാ റളിയല്ലാഹു അൻഹു ചൊല്ലുടെ അവിടുത്തെ തദ്കിറത്തുൽ മുഹിബ്ബീൻ നിങ്ങൾ ശരിക്കും നോക്കണു വമുഖാറനതു ദാലിക ബിന്നൈറൂസ് വൽ മിഹ്ർജാൻ നബിദിനാഘോഷ സമർത്ഥിച്ച് ഈദു മിൻ അയാദിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളുടെ വലിയ ഒരു ആഘോഷം നാൾ സന്തോഷാക്കുന്ന നാൾ ഇതെല്ലാം ചൊന്നിട്ട് ബഹുമാനപ്പെട്ട ഹിജ്റ 894 വഫാത്തായിട്ട് 546 വർഷമായിട്ട് വഫാത്തായിട്ട് ഓ വഹാബി ആശയത്തിൽ കുടുങ്ങിയവരെ ശരിക്കും ശ്രദ്ധിക്കുക ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണു 546 വർഷമായിട്ട് എന്താ ചൊല്ലുടെ വമുഖാറനതു ദാലിക ബിന്നൈറൂസ് വൽ മിഹ്ർജാൻ ഈ നബിദിനാഘോഷത്തെ ക്രിസ്മസിനോടോ അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടല്ലേ വിഷു ഇതുപോലെ ഇതിനോട് കമ്പയർ ചെയ്യുന്നവർ ഇതിനോട് തുലനം ചെയ്യുന്നവർ വമുഖാറനതു ദാലിക ഇതിനോട് തുലനം ചെയ്യുന്നവർ കമ്പയർ ചെയ്യുന്നവർ എന്തേ അംറുൻ മുസ്തസ്കലുൻ അത് വേദനകരമായ കാര്യമാണ് നമ്മൾ അവിടെ കാര്യമായിട്ടിക്കിടത് മനസ്സുക്ക് ഭയങ്കര ബേജാറാവുടെ കാര്യമായിട്ടിക്കിട് സലീമ ബുദ്ധിയുള്ള രക്ഷപ്പെട്ട എല്ലാ ഹൃദയവും വേദനിപ്പിക്കുന്ന ഒരു വിഷയമാണത് മുത്തുനബിയോട് മഹബത്ത് അല്പമുണ്ടെങ്കിൽ ചെറിയ ഒരു മുത്തുനബിയോട് പിർസ ഉണ്ടെങ്കിൽ ഒരാൾക്കും ഇങ്ങനെ ചൊല്ലോക്ക് തീരാ ഇങ്ങനെ ചൊല്ലോക്കാവില്ലേ ക്രിസ്മസിനോട് വിഷുവിനോട് നിങ്ങൾ സാദർശാക്കരുതാ ഇങ്ങനെ സാദർശാക്കരുത് ചൊവ്വായ തീരുമാനം എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ അതിൽ വലിച്ചെറിയിട് ബുദ്ധിയുള്ള ഒരാളെ എതിർ ചൊല്ലതാവാത്ത അഭിപ്രായ എന്താ കുസാല മുത്തുനബിയുടെ വിഷയത്തിൽ കുസാല സുബ്ഹാനല്ലാഹ് എന്തിനാ ചൊല്ലുടെ യുങ്കറു അലാ ഖായിലിഹി ഇത് ബിദ്അത്ത് ചൊല്ലാറല്ലേ അങ്ങനെ വാക്ക് ബൽച്ചെറിയണുണ്ടു യുങ്കറു വിരോധിക്കപ്പെടണം അലാ ഖായിലിഹി ചൊന്ന ആളെന്തര അയാളെ വാക്ക് വിരോധിക്കപ്പെടണം നിങ്ങൾ നോക്കൂ വഹാബി ആശയത്തിൽ കുടുങ്ങിയ ബാലക്കോട്ടക്ക് ചൊല്ലുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾ ശ്രദ്ധിക്കൂ എങ്ങനെ ക്രിസ്മസ് ഒട്ടുക്ക് ഇത് സാദൃശാക്കറ എങ്ങനെ വിഷ്ണു ജയന്തി ഒട്ടുക്ക് ഇത് സാദൃശാക്കറ ഇയാൾ അല്പ എങ്കിലും മുത്തുനബിയോട് ഇഷ്കുണ്ട് അയാൾക്ക് നോക്കൂ ഇത് നിന്റെ കയ്യിലുള്ള കിതാബ് ഏത് അൽ മിഅ്യാറുൽ മുഅ്രിബ് നിന്റെ കയ്യിലുള്ള കിതാബ് അൽ മിഅ്യാറുൽ മുഅ്രിബ് ബഹുമാനപ്പെട്ട അഹ്മദ് അൽ വൻഷറീസി തങ്ങളുടെ കിതാബ് ആരായിട്ടിക്കിട് വലിയ പണ്ഡിതനല്ലേ ചില ഇമാമിങ്ങ ചൊന്നാറ് ലൗ ഹളറ സീബവൈഹി മീറ്റ് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഹാജരായിട്ടുണ്ടെങ്കിൽ ഈ വൻഷറീസി തങ്ങളോട്ട് ആയിട്ട് നഹു പഠിക്കറേണ്ട് അത്രത്തോളം അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ അല്ലാമ വൻഷറീസി നോക്കൂ നിങ്ങ വഫാത്തായ സമയത്ത് ഈ വൻഷറീസി തങ്ങൾ വഫാത്തായ സമയത്ത് പാടിയ ബൈത്തല്ല എന്തേ ലഖദ് അദ്ലമതു ഫാസു ബലിൽ ഗർബു കുല്ലുഹു
ബിമൗത്തിൽ ഫഖീഹിൽ വൻശരീസി അഹ്മദു. ബഹുമാനപ്പെട്ട വൻശരീസി ഇമാമിന്റെ മരണം, ഫഖീഹായ വൻശരീസി ഇമാമിന്റെ മരണം, ആ മരണത്തോട് കൂടെ ഇടീ ഫാസും ബലിൽ ഗർബു കുല്ലുഹു, ആ നാട് മുഴുവൻ ഇരുട്ടർച്ചത്. അത്രത്തോളം ഒരു ആലിമ് ഇനി വന്നിട്ടില്ലേ, ഇനി ബറോഗില്ലേ, അത്രത്തോളം മഹത്വമായിട്ട് കിടച്ചുണ്ട്. ആ വൻശരീസി ഇമാം ക്രിസ്മസിലെ ചർച്ച ആക്കിട് വഫാത്തായിട്ട് എത്ര വർഷമായിട്ട്? 530 വർഷമായിട്ട്. നോക്കുക നിങ്ങ 914 വഫാത്തായിട്ട്, ഇപ്പൊ വഫാത്തായിട്ട് 530 വർഷമായിട്ട്. ആ ബഹുമാനപ്പെട്ട വൻശരീസി ഇമാം ക്രിസ്മസിൽ ചർച്ച ആക്കട്. എന്താ ചൊല്ലെ? മുസ്ലിമീങ്ങൾക്ക് ഇത് പറ്റൂല. 150 പേജ് എടുക്കൂ നിങ്ങൾ ഇതിനെ. 150 പേജിൽ ചൊല്ലു മുസ്ലിമീങ്ങൾക്ക് ഇത് പറ്റൂല. മറ്റുള്ള ദിവസം, സാധാ ദിവസം ഉണ്ടല്ലേ, അങ്ങനെ ആക്കിയാൽ മതി. അന്ന് ഹറാമായിട്ടിക്കിട് അവരോട്ട് ചേർന്നത്. എന്നിട്ട് ഉദാഹരണം ഫമൻ തശബ്ബഹ ബിഹിം, ആ ക്രിസ്മസ് ആക്കറ ഉണ്ടല്ലേ, അവരൊട്ടൊക്കെ സാദൃശ്യമായെങ്കിൽ ഫീ നൈറൂസിഹിം വ മഹ്റജാനിഹിം ഉശിറ മഅഹും, അങ്ങനെ ആഘോഷത്തില് അഥവാ വിഷ്ണു ജയന്തി ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, അങ്ങനൊട്ടു ആചരണ അതിൽ പോയി ഞങ്ങൾ സാദൃശ്യമായെങ്കിൽ ഉശിറ മഅഹും. ഇതൊക്കെ ചൊല്ലെ ഇമാം വൻശരീസി. അങ്ങ ക്രിസ്മസ് എന്തിനെ, ഈദ് മിലാദ് എന്തിനെ ഗൊന്തില്ലേ, അതേ കിതാബ് ഇതല്ല ചൊല്ലെ അങ്ങനൊട്ടു സാദൃശ്യാവുക തീരാ ചൊല്ലെ അതേ കിതാബുടെ 280 പേജ് എടുക്കുന്നു നിങ്ങ. അതേ കിതാബുടെ 289 പേജ് പാട്ട് ചൊല്ലെ അങ്ങനെ ആഘോഷത്തിൽ കൂടെ കുത്തീറ ഹറാമായിട്ടിക്കിട്. ഇപ്പൊ ചൊല്ലെ നബിദി ആഘോഷത്തെ ക്രിസ്തുമസ് ആവട്ടെ, വിഷ്ണു ജയന്തി അതിരൊട്ടു സാദർശാക്യം ഉണ്ടല്ലേ, അത് അംറുൻ മുസ്തസ്കലുൻ തസ്മഇസ്സു മിൻഹു നഫൂസു സലീമ വതറദ്ദുഹു അൽ ആറാഉൽ മുസ്തഖീമ. ബുദ്ധിയുള്ള ചെറിയ മഹബത്തുള്ള ആളുകൾ അത് ഉൾക്കൊള്ളുകയുള്ള. കാരണം അംറുൻ മുസ്തസ്കലുൻ അതൊരു ബേജാറാവുന്ന വിഷയം. എന്തിനു സാദർശാക്കടെ? നബി ആഘോഷത്തെ സാദർശാക്കുന്നത് ചെറിയ വിഷയമാ, അത് ബേജാറാവുന്ന വിഷയ. തസ്മഇസ്സു മിൻഹു നഫൂസു സലീമ, നല്ല ബുദ്ധിയുള്ളതായ ക്ലിയർ ഉള്ള കൽബ്, ആ കൽബൊക്കെ ഭയങ്കര ബേജാറാവുന്ന വിഷയമായിട്ടിക്കിട്. അതായിട്ടിക്കിട്ട് ഈ പിസ്സമുള്ള മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര ബേജാറായിട്ട് ഈ ചങ്ങായിന്റെ പ്രസംഗം കേൾക്കുമ്പോ. എങ്ങനെ ചൊല്ലെ? ഒരു ഈമാന് വേണ്ടിയേ, ഈമാൻ ഇല്ലാത്ത ആൾക്കാരല്ലേ. സുബ്ഹാനല്ലാഹ്. വതറദ്ദുഹു അൽ ആറാഉൽ മുസ്തഖീമ, ബുദ്ധിയുള്ള എല്ലാ അഭിപ്രായം ഇയാൾ ചൊല്ലെ ഈ ഒരു അഭിപ്രായത്തെ തള്ളറ് ബൽച്ചെരിട്. നോക്കൊരു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, ആ വഹാബി വഞ്ചനയിൽ പെട്ടുപോകണ്ട. ഇത് വഫാത്തായിട്ട് 530 വർഷമായിട്ട്. അബുർ റസാഖ് തങ്ങ നുപ്പാട്ട് വായിച്ച കിതാബ്, വേറെ വേറെ കിതാബ്. ഒന്ന് തദ്കിറത്തുൽ മുഹിബ്ബീൻ അബുർ റസാഖ് റളിയല്ലാഹു അൻഹു, ഇത് അൽ മിഅ്യാറുൽ മുഅറിബ് ബഹുമാനപ്പെട്ട ഇമാം അൽ വൻശരീസി. ഇങ്ങ കേട്ടിട്ട് പോലിക്കല്ലേ, വഫാത്തായിട്ട് 500 വർഷം ജാസ്തി ആയിട്ടല്ലേ രണ്ടാലും. ഇന്നലെ ജീവിച്ച ആൾക്കാരാ. അപ്പൊ ഇങ്ങ ഖുർആൻ ഗൊന്തില്ലേ, ഇങ്ങ മുബത്തദിയ, ഇങ്ങ മുശ്രിക്ക, ഇങ്ങ ഗൊന്തു ഗൊന്തില്ലേ, നിങ്ങക്ക് മാത്രം ഗൊന്തുള്ളമ്മ. ഈ നിങ്ങ 5 ആൾക്കാർക്ക് മാത്രം ഗൊന്തുക. ഭയാനകത്തെ ജാഗ്രത, കാരണം ആക്കിബത്ത് മോശാവും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. കുസാലല്ല, കുസാല് മാത്രം കുസാല്. മുത്തുനബിനൊട്ടും ഇങ്ങനെ കുസാൽ കളിക്കണ്ട. ഇയാള് കാര്യമായിട്ട് ഖബർ ഒഴുത്തിക്കെട്ട വിഷയത്തിൽ വായിച്ചിട്ട് കുടുങ്ങിട്ടല്ലേ പിന്നെ ശുദ്ധി ഉണ്ട് അയാളത്. നോക്കണോ നിങ്ങൾ, വഹാബി അത്ര തന്നെ പിന്നെ ശുദ്ധിക്കില്ലേ. അള്ളാഹു തആല ഹക്ക് പോലെ മനസ്സിലാക്കൂ. ഇത്തരത്തിലുള്ള സർവ്വ വഹാബിൽ നിന്നും അവരുടെ ശർറിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.